ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അജീഷ് ഒറ്റപ്പാലാണ്. ഇന്നിപ്പോൾ നമ്മൾ അനങ്ങമലയിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ പാടാണ് കേട്ടോ. നമ്മൾ സ്കൂളിലേക്ക് പോയ വഴികളൊക്കെയാണിത്. അപ്പോൾ ആ കാണുന്നതാണ് മല. നമുക്ക് ഇവിടുന്ന് 7 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ പോണത്. ആ മൂല കാണുന്ന ഭാഗത്താണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ വരോട്. ഇത് നമ്മൾ പഠിച്ച സ്കൂളാണ്. ഇത് ചെറിയ സ്കൂളാണ്. വരോട് 7 വരെ ഉണ്ട് കേട്ടോ. നേരെ അതിൻ്റെ അപ്പുറത്ത് തന്നെ, ഓപ്പോസിറ്റ് അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഹൈസ്കൂളും വരുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്കൂളിൽ അത് കാണിച്ചു തരാം. അപ്പോൾ വരോട് സെൻറ്ററിലേക്ക് നമ്മൾ എത്താറായിട്ടോ ഏകദേശം. അപ്പോൾ പരന്ന് കിടക്കണം അനങ്ങമല. നല്ലൊരു ഭംഗിയാണ്. ഇതാണ് ഞങ്ങളുടെ ഹൈസ്കൂൾ കേട്ടോ. ഹൈസ്കൂൾ ജീവിതം ഇവിടെയാണ് കഴിഞ്ഞത്. അപ്പോൾ നേരെ വരോട് സെൻറ്ററിൽ എത്തിയിട്ടോ. സെൻറ്ററിൽ ചെറിയ മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. മഴ പെയ്തിട്ടില്ല, മഴ പെയ്യുമെന്ന് അറിയില്ല. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇതിൻ്റെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ കാണണം. ഞാനിപ്പോൾ ഇന്ന് ബ്ലോഗായിട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല. നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അടിച്ചു മാറ്റിയിട്ട് അപ്പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ പാലത്തിൻ്റെ മുകളിലത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് റീൽസ് ആയിട്ടാണ് കേട്ടോ. അങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ. നമുക്ക് നേരെ ആ പാലത്തിൻ്റെ അറ്റം വരെ പോയിട്ട് വരാം കേട്ടോ. നേരെ പോവാം. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പകുതി മുക്കാലും എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒറ്റപ്പാലം ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും ഈ സ്ഥലങ്ങൾ അറിയാം. അപ്പോൾ ഒത്തിരി മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാട്ടോ. നമ്മുടെ അക്കോഡേറ്റിൻ്റെ പ്ലേസ് വരുന്നത് അപ്പുറത്താണ്. ഇത് പാലാണ് കേട്ടോ. അപ്പുറത്തെ പാലാണ്. ആ പാലത്തേക്ക് വന്നിറക്കാണ് നമ്മൾ കേട്ടോ. അപ്പോൾ രണ്ടിനും രണ്ട് രീതിയാണ് പറയുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പുറത്ത് മലയുടെ മുകളിലേക്ക് കയറാച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് വർക്ക് ഡേ ആണെച്ചാലും അത്യാവശ്യം ആൾക്കാരൊക്കെ പകല് ഫാമിലി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ. അപ്പോൾ നേരെ നമ്മളവിടെ വണ്ടി നിർത്താൻ വേണ്ടി നിൽക്കണം. വണ്ടി നിർത്തി അവിടുന്ന് 80 രൂപയുടെ ഇതുപോലെ ടിക്കറ്റ് എടുത്ത്, രണ്ടാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറി കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇപ്പുറത്ത് 2 മല ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നല്ല പാലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ വെള്ളച്ചാട്ടമൊക്കെ നല്ല വെള്ളമുണ്ട്. ഇതുപോലെ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ ചുമ ഉണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചുമ വരും കൊണ്ട് എനിക്കത് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ 2-3 വട്ടമായി കട്ട് ചെയ്തിട്ടൊക്കെ എഡിറ്റ് ചെയ്യണത്. പിന്നെ നമ്മുടെ ചാനൽ അത്യാവശ്യം നിങ്ങളുടെ എല്ലാവർക്കും പറയാനുള്ളത് വേറൊന്നുമല്ല. ഒന്ന് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. മാക്സിമം നല്ലതാണോ ചീത്തയായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇനി കുറച്ച് വാച്ചിങ് ടൈമും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണാൻ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക, അല്ലെങ്കിൽ ഒന്ന് പൊറുക്കുക. പറയാൻ കാരണം പറയാം, വാക്കുകളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പൊറുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ഒരു വട്ടം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടോ. അന്ന് വേനൽക്കാലമായിരുന്നു. അത് കാരണം വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ 2-3 ദിവസമായി ചെയ്യണമെന്ന് വിചാരിക്കണു. അപ്പോൾ എനിക്ക് അറിയാലോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ മാറിയപ്പോൾ ഞാൻ ശരി എന്നാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിന്ന് പോയപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയത് കേട്ടോ. അങ്ങനെ നേരെ മലയുടെ മുകളിലെത്തി. അപ്പോൾ അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഒരു ബെഞ്ച് പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അങ്ങനെ അപ്പുറത്തേക്ക് കയറാൻ വേണ്ടി പോകാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ നീണ്ടു കിടക്കുന്ന വിശാലമായ നമ്മുടെ അനങ്ങമലയിലേക്ക് ഇതാ കയറുകയാണ് കേട്ടോ. കയറാനൊക്കെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. നേരെ കുത്തനായിട്ട് ആണ് സ്റ്റെപ്പ് വന്നിറക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലും കയറാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇത്തിരി ഇതായിട്ട് കയറണം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ചോട്ടിൽ തന്നെ നമ്മുടെ ആധാർ കാർഡും അതുപോലെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊക്കെയാണ് ഇയാൾക്ക് കയറ്റുള്ളൂ. എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ വേണ്ടിയിട്ടാവും, ചിലപ്പോൾ ഒന്നും അറിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആധാർ കാർഡ് കൊണ്ട് വരണം കേട്ടോ. വരുമ്പോൾ ആധാർ കാർഡ് ഇല്ലെങ്കിൽ പണി കിട്ടും. ആധാർ കാർഡ് എന്തായാലും കൊണ്ടുവരണം. കറി വയ്ക്കാൻ പറ്റിയ കോലാണ്. അങ്ങനെ മുകളിലേക്ക് കയറണമെന്നുണ്ട്. പക്ഷേ നല്ല വെഴുക്കലായതുകൊണ്ട് അവിടെ പൂട്ടി വെച്ചിറങ്ങുന്നു. ഗേറ്റ് പൂട്ടിയിട്ടിറക്കണം. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങോട്ട് കയറിയില്ല. ഞങ്ങൾ കുറച്ച് ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.